ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന ഭാഗമാണ് അധ്യായം എടുക്കുന്നത്. അതിൽ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഭാഗം വൃത്തവും ചതുർഭുജവും, സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ, പേജ് നമ്പർ 52-ലാണ് ഈ ഭാഗം വരുന്നത്. അതിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം ആദ്യം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ പ്രത്യേകത, ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ 4 മൂലയിൽ ഒരു ക്വാഡ്രിലാറ്ററൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വൃത്തത്തിൻ്റെ മുകളിൽ ഒരു 4 ചതുർഭുജങ്ങൾ വൃത്തവുമായി കൂട്ടിമുട്ടണം. ഒരു വൃത്തത്തിൽ ഒരു ചതുർഭുജത്തിൽ 4 മൂലകൾ തട്ടി വരയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ അത്തരം ചതുർഭുജങ്ങളെ പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം. ഒരു വൃത്തത്തിലെ 4 മൂലകളിൽ ചതുർഭുജത്തിൻ്റെ മൂലകൾ വന്നാൽ അതാണ് എന്ത്? ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇതിൽ നമുക്ക് ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ എയും ആംഗിൾ സിയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക. ആംഗിൾ എയും ആംഗിൾ സിയും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചു. ഇവ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. നമുക്ക് എഴുതാം ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. അതുപോലെ എഴുതാം ആംഗിൾ ബിയും ആംഗിൾ ഡിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഒരു സർക്കിളിൽ ഒരു ചതുർഭുജം വരച്ചു കഴിഞ്ഞാൽ അതൊരു ചക്രീയ ചതുർഭുജം ആവണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. അതായത് 180 ഡിഗ്രി ആണ് എങ്കിൽ അതെന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അല്ലെങ്കിൽ തിരിച്ചു പറയാം, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവണമെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എത്രയായാൽ മതി? 180 ഡിഗ്രി ആയാൽ മതി. അതുപോലെ മറ്റൊരു ചിത്രം കൊടുത്തിരിക്കുകയാണ്. ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൽ ഒരു ചതുർഭുജം വരച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ 4 മൂലകൾ വൃത്തത്തിലാവണം. എന്താവണമെങ്കിൽ? ചക്രീയ ചതുർഭുജം ആവണമെങ്കിൽ. ഇതിൽ 3 മൂലകൾ മാത്രമേ എന്തുള്ളൂ? ചക്രീയ ചതുർഭുജം ഉള്ളൂ. ഈ പോയിന്റ് എങ്ങനെയാണ്? സർക്കിളിന്റെ പുറത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ പുറത്തായിട്ട് ഒരു ചതുർഭുജത്തിന്റെ ഒരു മൂല സർക്കിളിന് പുറത്തായി വരികയാണെങ്കിൽ അത് ചക്രീയ ചതുർഭുജമാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കി നോക്കാം. അല്ലാന്നറിയാം, അതിന്റെ ആംഗിൾസിന്റെ പ്രത്യേകം നോക്കി നോക്കാം. അപ്പോൾ അതിന്റെ പേര് കൊടുത്ത് PQRS. എന്ത് ചെയ്യാണ്? ഇവിടെ ഈ മൂലയും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചു. ഇപ്പോൾ ഈ പോയിന്റിന് T എന്ന് പേര് കൊടുത്തു. ഇപ്പൊ നമുക്ക് എന്ത് പറയാം? PQRT. ഈ 4 വശങ്ങൾ വൃത്തത്തിലാണ്. അതുകൊണ്ട് എന്താണ്? ഈ ഭാഗം ഒരു ചക്ര ചതുർഭുജാണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് ആംഗിൾ ക്യൂവും അതേപോലെ തന്നെ ആംഗിൾ എസും, ഈ 2 ആംഗിൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 180 ഡിഗ്രി. അതായത് ചതുർഭുജത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന് സമ്മ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ ക്യൂവും ആംഗിൾ എസും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. അതേപോലെ നമുക്ക് എഴുതാം, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഇത് പിയും ടിയും തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ ആംഗിളും ആംഗിൾ ക്യൂവും ആംഗിൾ ടിയും, ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ടി ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടി. ഇനി ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഈ ആംഗിളും ഉണ്ട്. എന്ന് നോക്കി നോക്കാം. ഈ ആംഗിളിന് ഞാൻ 1 നമ്പർ കൊടുത്ത്, ഈ ആംഗിളിന് 2 നമ്പർ കൊടുത്ത്. ഈ 2 ആംഗിൾസിൻ്റെയും സമ്മായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ ഈ ടി എന്ന ഭാഗത്ത് വരുന്ന ഈ ആംഗിൾ. നമുക്ക് എഴുതാം ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3 എന്ന് എഴുതാം. ഇനി ഈ ആംഗിളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ? ഈ 3 എന്ന ആംഗിളിനെക്കാട്ടും ചെറിയ ആംഗിളാണ് ഏതെന്ന് പറഞ്ഞാൽ ആംഗിൾ 1 എന്ന് പറഞ്ഞാൽ. ഇതിനെക്കാട്ടും ചെറുതാണ് ഈ ആംഗിള്. അതുകൊണ്ട് തന്നെ ഈ ക്യൂവും ഈ ആംഗിൾ ടി, അതായത് 3 എന്ന് വരുന്ന ആംഗിളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും 180 ഡിഗ്രിയെക്കാട്ടും ചെറുതേ വരുള്ളൂ. ഈ ആംഗിളിനെക്കാട്ടും ചെറുതാണത്. അതുകൊണ്ട് ഈ 2 ആംഗിൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയെക്കാട്ടും താഴെയാണ്.
അപ്പോൾ ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ എസ് ഈക്വൽ ടു 180 ലെസ് ദാൻ 180 ഡിഗ്രി, കുറവാണ് 180 ഡിഗ്രി. ഈ ആംഗിളും തമ്മിൽ കൂട്ടിയാലും അപ്പോൾ എന്താ ഉണ്ടാവുള്ളൂ, 180നേക്കാൾ കുറവാണ് ഉണ്ടാവുക. അതാണ് ഈ ചതുർഭുജത്തിന്റെ ഒരു മൂല പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ എതിർമൂലകൾ തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും, 180 ഡിഗ്രിയേക്കാൾ ചെറുതായിരിക്കും. ഈ ചിത്രം നോക്കി നോക്കാം. ഈ ചിത്രത്തില് ഒരു സർക്കിളിന്റെ ഉള്ളിലായിട്ടാണ് എന്ത് വരുന്നത്, ഒരു ചതുർഭുജം വരുന്നത്. അപ്പോൾ അത് എന്തായിരിക്കില്ല, ചക്ര ചതുർഭുജം ആയിരിക്കില്ല. പക്ഷെ നമുക്ക് ഇതിന്റെ ആംഗിളിന്റെ പ്രത്യേകത നോക്കി നോക്കാം. അതിനായിട്ട് ഇത് നമുക്കൊന്ന് വൃത്തവുമായി കൂട്ടി യോജിപ്പിച്ചു. ഇനി ഈ പോയിന്റിന് പി എന്ന് പേര് കൊടുത്ത് പി. ഇനി നമുക്ക് പറയാൻ പറ്റും ഈ ആംഗിൾ എമ്മും ആംഗിൾ പിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. ഇനി ഇത് കൂട്ടി യോജിപ്പിച്ചപ്പോൾ ഈ ആംഗിൾ നമ്പർ കൊടുത്തു. ഇത് ഒന്നാമത്തെ ആംഗിള്, ഇത് രണ്ടാമത്തെ ആംഗിള്, ഇത് മൂന്നാമത്തെ ആംഗിള്. നമുക്ക് പറയാം ഈ 2 എന്ന ആംഗിളും 3 എന്ന ആംഗിളും എടുക്കുകയാണെങ്കിൽ ഈ 3യേക്കാളും വലുതായിരിക്കും ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആംഗിൾ എമ്മും ആംഗിൾ ഒയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയേക്കാൾ വലുതായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ എം പ്ലസ് ആംഗിൾ ഒ ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി. ഇതായിരുന്നു ചക്രീയ ചതുർഭുജം ഉണ്ടായിരുന്നത്. അപ്പോൾ ആംഗിൾ എമ്മും ആംഗിൾ ഒയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും, 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്, ABCD. ഇതെന്താണ്, ഒരു ലംബകമാണ്. ഇതൊരു ചക്രീയ ചതുർഭുജമാണ് എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന്. സാധാരണ വരയ്ക്കുമ്പോൾ നമ്മൾ സർക്കിളിനുള്ളിൽ ഫിഗർ വരയ്ക്കുകയാണ് ചെയ്യുക അല്ലേ. പക്ഷെ ഇത് വരയ്ക്കാണ്ട് ഇത് എന്ത് ചെയ്യണം, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്, പാരലലാണ്. ഏതാണ് പാരലായിട്ട് വരിക, ABയും CDയും പാരലാണ്. അത് മാത്രമല്ല ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഐസോസിൽസ് ട്രപ്പീസിയാണ്. ഐസോസിൽസ് ട്രപ്പീസി ആണെങ്കിൽ ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. അത് മാത്രമല്ല ഒരു സൈഡ് നോൺ പാരലൽ സൈഡ് ഈക്വൽ ആയിരിക്കും. നോൺ പാരലൽ സൈഡ് പറഞ്ഞാൽ ഇത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഐസോസിൽസ് ട്രപ്പീസിന്റെ പ്രത്യേകത ഒരു പെയർ സൈഡ് ഈക്വൽ ആയിരിക്കും. അത് മാത്രമല്ല നോൺ പാരലൽ സൈഡ്, അതായത് പാരലൽ അല്ലാത്ത സൈഡുകൾ ഇത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നമുക്ക് തെളിയിക്കേണ്ടത് ഇതൊരു ചക്രീയ ചതുർഭുജമാണ് അല്ലെങ്കിൽ ഐസോസിൽസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ രണ്ട് ആംഗിൾസ് എടുത്ത് എയും ബിയും ഇതെന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. അതുപോലെ തന്നെ ആംഗിൾ സിയും ആംഗിൾ ഡിയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആംഗിൾ സിയും ആംഗിൾ ഡിയും ഈക്വൽ ആയിരിക്കും. കാരണം ഐസോസിലസ് ട്രപ്പീസിയം അല്ലെങ്കിൽ സമപാർശ്വ ലംബകത്തിന്റെ അഡ്ജസന്റ് ആംഗിൾസ് എന്തായിരിക്കും, അഡ്ജസന്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഐസോസിലസ് ട്രപ്പീസിയത്തിന്റെ അഡ്ജസന്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. എന്തിന്റെ, ഐസോസിലസ് ട്രപ്പീസിയത്തിന്, ഐസോസിലസ് ട്രപ്പീസിയം. ഓക്കെ, ഇതൊരു കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് സൈക്ലിക് ആണെന്ന്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് പെയർ ഓഫ് ആംഗിൾസ് എന്തായിരിക്കണം, 180 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിക്കുക, ആദ്യം ഞാൻ ആംഗിൾ ഡിയും ആംഗിൾ എയും തമ്മിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ, ഓൾട്ടർനേറ്റീവ് ആണോ കറസ്പോണ്ടിങ് ആണോ എന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആംഗിൾ എയും ആംഗിൾ ഡിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അതെന്താണ്, കോ ഇന്റീരിയർ ആംഗിൾ ആണ്. അതെന്തായിരിക്കും, സപ്ലിമെന്ററി ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടി.
ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ എയുടെ പകരം എന്ത് കൊടുക്കാം? ആംഗിൾ ബി കൊടുക്കാം. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി, ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി, ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായി? 180 ഡിഗ്രി ആയി. ഇത് ഓൾറെഡി 180 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് എന്തായി? ചക്ര ചതുർഭുജമായി. ഓപ്പോസിറ്റ് ആംഗിൾസ് 180 കിട്ടിയാൽ മതി. അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ ഡിയും 180 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? ആംഗിൾ സിയും ആംഗിൾ എയും ആംഗിൾ സിയും എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. കാരണം ഒരു ചതുർഭുജത്തിന് ടോട്ടൽ ആംഗിളിന്റെ സം എത്രയായിരിക്കണം? 180 ആണോ? അപ്പോൾ ഇത് ഓൾറെഡി 180 ആയി. ഇത് രണ്ടും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ABCD ഒരു ചക്രീയ ചതുർഭുജമാണ്. ABCD is a cyclic quadrilateral. ഇനി ഈ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതുവരയ്ക്കും ബൈ.